എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ പോൾ. മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ എൻ്റെ ഒരു പേഷ്യൻ്റ് ആവശ്യപ്പെട്ടതിന് അനുസരിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഒരു MI നമ്മൾക്ക് ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, നമുക്കതെങ്ങനെ നേരത്തെ അറിയാൻ പറ്റും എന്നതാണ് ചോദ്യം. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിലല്ല അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ക്ഷണിക്കപ്പെടാതെ വരുന്ന ഒരു അതിഥിയാണ്. നമുക്കത് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അത് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. അത് എപ്പോൾ വേണമെങ്കിലും ആർക്കും വേണമെങ്കിലും ഹാർട്ട് അറ്റാക്ക് വരും. ഞാനിപ്പോൾ നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സംസാരിച്ചുകൊണ്ടിരിക്കുക എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരും. അപ്പോൾ അതാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ എന്നിരുന്നാലും ചില ക്ലൂസ് നമുക്ക് ഉണ്ടാവും. ഉദാഹരണത്തിന് ചില സമയത്ത് നമ്മൾ പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ട്, എല്ലാവരും രാത്രി സുഖമായിട്ട് കിടന്നാണ് രാവിലെ എഴുന്നേറ്റപ്പോൾ മരിച്ചു കിടക്കുന്നു, അല്ലെങ്കിൽ കുഴഞ്ഞു വീണ് മരിച്ചു. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് സഡൻ ഓൺസെറ്റിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്, നമുക്കൊരു ക്ലൂ പോലും തരാതെ. പക്ഷെ ചില രോഗികളിൽ നമുക്ക് ഉണ്ടാകുന്ന ലക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, നെഞ്ചുവേദന ഒരു ഇതാണ്. നെഞ്ചുവേദന കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉണ്ടാകുന്ന വേറൊരു ലക്ഷണമാണ് അണ്ണീസിനെസ് എന്ന് പറയുന്നത് നമുക്ക് ശ്വാസം വലിക്കുന്നത് മതിയാവാകാത്ത അവസ്ഥ, അല്ലെങ്കിൽ സംതിങ് അബ്നോർമൽ ഗോയിങ് ഇൻ അവർ ബോഡി. ഭയങ്കരമായിട്ട് എക്സസീവ് സ്വെറ്റിങ്, നാക്കും ചുണ്ടൊക്കെ കുഴഞ്ഞു പോകുന്നു, ഡ്രൈ ആയി പോകുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ സംതിങ് ഹാപ്പനിങ് എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മുടെ ബോഡി കാണിച്ചു തരുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളത് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അധികം താമസിയാതെ ഉടനെ മെഡിക്കൽ അറ്റൻഷൻ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ പല ഇൻവെസ്റ്റിഗേഷൻ മൊഡാലിറ്റീസും നമുക്കുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഒരു ഹാർട്ട് അറ്റാക്ക് ഇത് ചെയ്യുന്നത്. നമുക്ക് പ്രോബബിലിറ്റി മെഷർ ചെയ്യാൻ പറ്റും. ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അത് ഞാൻ ഇതിൻ്റെ മുമ്പുള്ള വീഡിയോകളിൽ ഞാൻ പരാമർശിച്ചിരുന്നു. അതായത് മറ്റുള്ള അസുഖങ്ങൾ, അതായത് ഇത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, അതായത് ഡയബറ്റീസിൻ്റെ പ്രായം, ഹൈപ്പർ ടെൻഷൻ, ഡിസ്ലിപ്പിഡീമിയ, സ്മോക്കിംഗ്, ഡ്രിങ്കിങ് ഹാബിറ്റ്, പാരമ്പര്യം, ഈ അവസ്ഥകളിലൊക്കെ ഉള്ള രോഗികൾക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം നോർമൽ റേഞ്ചിൽ നിർത്തണം എന്ന് പറയുന്നതിൻ്റെ കാര്യം. അപ്പോൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന രോഗം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യപ്പെടാത്ത സമയത്തായിരിക്കും നമുക്ക് എല്ലാവർക്കും വരുന്നത്. അപ്പോൾ വരാതിരിക്കാനുള്ള മുൻകരുതലെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. താങ്ക് യു.